ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഹൃദയസ്പർശിയായ ഒരു അടിപൊളി റൊമാൻറ്റിക് ചൈനീസ് ഡ്രാമയാണ്. ഈ കഥയുടെ തുടക്കത്തിൽ തന്നെ നായകൻ ഒരു കല്ലറയ്ക്ക് മുമ്പിൽ ചെന്ന് സിയ, നിന്റെ ഈ വിധിയെ ഞാൻ മാറ്റിയിരിക്കും എന്നും പറഞ്ഞ് ആ കല്ലറയെ നോക്കി നിൽക്കുന്ന രംഗത്തോടെയാണ്. ഈ കല്ലറ ആരുടേതാണെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ ഈ കഥയിലെ നായിക സിയ. പിന്നെ കഥ നേരെ ഫ്ലാഷ് ബാക്കിലോട്ട് 2024. ഇപ്പോൾ നമ്മുടെ നായകനൊന്ന് നോക്കൂ, തുടക്കത്തിൽ കാണിച്ച ആളേ അല്ല. നമ്മുടെ നായകനാണെങ്കിലോ ഒരു കോടീശ്വര കുടുംബത്തിലുള്ള ഒരാളാണ്. അവനിപ്പോൾ ഒരു ബാറിൽ ഫുൾ പാർട്ടി മോഡിൽ അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സീൻ കട്ട് ചെയ്താൽ പിന്നെ കാണിക്കുന്നത് സുഖമായി ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന നായികയാണ്. ഇവളാണ് സിയ. പെട്ടെന്ന് അവൾക്കൊരു കോള് വരുന്നു. വിളിക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ നായകൻ തന്നെ. ഞാൻ വേയാണ് സംസാരിക്കുന്നത്, നീ പെട്ടെന്ന് റെഡിയായി ഈ ബാറിലേക്ക് വാ. അവൾ വേറൊന്നും പറയാതെ ഇതാ വരുന്നു സാർ എന്നും പറഞ്ഞ് ഇറങ്ങാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നായകൻ്റെ അസിസ്റ്റൻ്റാണ്. മനസ്സിൽ അവൾ ഇരുന്ന് ഇങ്ങനെ പിച്ചും പെയ്യൊക്കെ പറയുന്നുണ്ട്. അയ്യോ എൻ്റെ ദൈവമേ, രാത്രി 2:30 മണിയാകുന്നു. ഈ ടൈമിലാണോ എന്നെ ബാറിലോട്ട് വിളിക്കുന്നത്? ജോലിക്ക് കിട്ടുന്ന ആ ശമ്പളത്തിന് വേണ്ടി എന്തെല്ലാം സഹിക്കണം എന്നൊക്കെ പഴി പറഞ്ഞ നായകൻ നേരെ അങ്ങോട്ട് പോകുന്നു. ഇവിടെ ബാറിൽ നായകൻ ജോളിയായിട്ടിരിക്കുമ്പോൾ അവിടെ വേറൊരുത്തനുമായി ചെറിയൊരു ഉടക്കുണ്ടാവുന്നു. എന്താവേ, നിനക്കൊരു സ്മാർട്ടായ അസിസ്റ്റൻ്റ് ഉണ്ടെന്ന് കേട്ടല്ലോ. നീ വിളിച്ചാൽ ഏത് നേരത്തും അവൾ വരുമത്രേ. വേണമെങ്കിലൊന്ന് ചെയ്യേ, അവളെ എനിക്ക് തന്നേക്ക്. ഇത് കേട്ടതും നമ്മുടെ നായകന് നല്ല ദേഷ്യം വരുന്നുണ്ട്. അത് കണ്ടതും ലീ പിന്നെയും നായകനെ പ്രകോപിക്കുന്നു. ശരി, നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇപ്പോൾ നടക്കുന്ന മത്സരത്തിൽ നീ തോറ്റുപോയാൽ നിന്റെ അസിസ്റ്റൻ്റ് ഇനി മുതൽ എനിക്കുള്ളതാണ്. ഇത് കേട്ട് നമ്മുടെ നായകൻ പറയുന്നു, ഡേയ്, ആദ്യം നീ ഒന്ന് ജയിക്കാൻ നോക്ക്, എന്നിട്ടാകാം ബാക്കി കാര്യങ്ങളൊക്കെ. അതും പറഞ്ഞ് ബോൾ കപ്പിലേക്ക് എറിയുന്നു. കൃത്യമായി കപ്പിൽ തന്നെ വീഴുന്നുണ്ട്. ആ സമയം സിയ അങ്ങോട്ട് എത്തുകയാണ്. അവളെ കണ്ടതും വെയിറ്റർ വന്ന്, മേഡം, ഇതാണ് നിങ്ങളുടെ സാർ ഇത്ര നേരമായിട്ട് കുടിച്ചിരിക്കുന്ന ബില്ല്. അവൾ ബില്ല് നോക്കിക്കൊണ്ട് വെയിറ്റർ അടുത്ത് പറഞ്ഞു, അല്ല, കഴിഞ്ഞ ആഴ്ച ഞാൻ വന്നപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് എന്താണ് പറഞ്ഞത്? ആ റെഡ് വൈൻ വളരെ സ്പെഷ്യലാണെന്നും അത് ലിമിറ്റഡ് എഡിഷൻ ആയതുകൊണ്ട് ഇനി കിട്ടില്ല എന്നല്ലേ? പിന്നെ എങ്ങനെയാ ബില്ലിൽ അതേ റെഡ് വൈൻ വന്നത്? നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ വല്ല തെറ്റു പറ്റിയതാണോ? അപ്പോൾ ആ വെയിറ്റർ ചമ്മിക്കൊണ്ട്, അത് പിന്നെ മാഡം, അതും പറഞ്ഞ് അയാൾ ബില്ലുമായി മാറുന്നു. ഇവിടെ അങ്ങനെ മത്സരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഫൈനലായിട്ട് ലീയാണ് വിൻ ചെയ്യണത്. ലീ ഒച്ചത്തിൽ ഞാൻ വിൻ ചെയ്തേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് സിയ അങ്ങോട്ട് എൻട്രി ആവുന്നത്. ബോസ്, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു, ബില്ലും പേ ചെയ്ത് കഴിഞ്ഞു. ഇനി എന്തെങ്കിലും ജോലിയുണ്ടെങ്കിൽ പറഞ്ഞോളൂ, എന്തുണ്ടെങ്കിലും ഞാൻ നോക്കിക്കോളാം. ഇത് കേട്ടതും നമ്മുടെ ഹീറോ കയ്യിലിരുന്ന വൈൻ ഗ്ലാസ് എടുത്തിട്ട് പറയാണ്, നീ ഇത്ര പെട്ടെന്ന് എന്നെ വിട്ടു പോകുമെന്ന് പറയരുത്. ഇതാ നോക്ക്, ഞാൻ ഈ കളിയിൽ തോറ്റുപോയി, അതുകൊണ്ട് ഇതെല്ലാം ഞാൻ തന്നെ കുടിക്കണം. അത് കേട്ടതും സിയ, അതിനെന്താ ബോസ്, ഇതെല്ലാം ഞാൻ തന്നെ കുടിക്കാം, ഇങ്ങു തന്നേ എന്നും പറഞ്ഞ് ആ ഗ്ലാസ് വാങ്ങുന്നു. ഇതൊക്കെ കണ്ടു നിന്ന ലീ ഉടനെ വന്ന് പറയുകയാണ്, അയ്യോ, നീ നിന്റെ ബോസിന് വേണ്ടി ഇത്രയൊക്കെ ചെയ്യുന്നുണ്ടോ? ഇത്രയും സുന്ദരിയായ ഒരു പെണ്ണിനെ അവൻ ഇങ്ങനെയൊക്കെയാണോ കഷ്ടപ്പെടുത്തുന്നത്? നീ വിഷമിക്കേണ്ട ചക്കരെ, ഇത് ഞാൻ കുടിച്ചോളാം, ഇങ്ങു തന്നേ എന്നും പറഞ്ഞ് ആ ഗ്ലാസ് വാങ്ങുന്നു. ഹീറോയിനാണെങ്കിൽ ഒന്നും മനസ്സിലാവാതെ അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ലീ വീണ്ടും പറയുകയാണ്, നീ എന്തിനാണ് ഇവൻ്റെ കൂടെയൊക്കെ പണിയെടുക്കുന്നത് എന്നും പറഞ്ഞ് അവൻ സിയയുടെ തോളിൽ കൈവെക്കാൻ നോക്കുന്നു. അത് കണ്ടതും നമ്മുടെ ഹീറോക്ക് ആകെ ദേഷ്യം വരുന്നു. കുറച്ചു വിട്ടാൽ നീ ഓവറായി കളിക്കുകയാണല്ലോ എന്നും പറഞ്ഞ് ലീയെ പിടിച്ചു വലിച്ച് നേരെ റെസ്റ്റ് റൂമിലേക്ക് കൊണ്ടുപോയി വാതിൽ ലോക്ക് ചെയ്യുന്നു. അകത്തു വന്നതും ലീക്ക് എന്ത് പറ്റിയെന്ന് അറിയുന്നില്ല. അവൻ ബോധം കെട്ട് താഴെ വീഴുന്നു. അപ്പോൾ ഹീറോ ഉടനെ, ഹേ ലീ, നീ എന്താ ഓവറായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? നിനക്കിനി കുറേ ഡ്രിങ്ക്സ് വേണോ? എന്നാ ഇന്നത് കുടി എന്നും പറഞ്ഞ് അവനോട് വയക്കിടുന്ന പോലെ സൗണ്ട് ഉണ്ടാക്കുന്നു. പുറത്ത് നിൽക്കുന്ന സിയക്ക് നല്ല പേടിയാവുന്നുണ്ട്. സാർ, എന്താ സാർ, വാതിൽ തുറക്കൂ സാർ എന്നും പറഞ്ഞ് വാതിൽ തട്ടിക്കൊണ്ടിരിക്കുന്നു. ഹീറോ ആർക്കോ മെസ്സേജ് അയക്കുന്നു. പെട്ടെന്ന് പോയി ക്യാമറ ചെക്ക് ചെയ്യൂ. ആരോ ഒരു പെൺകുട്ടി അവിടെ നടക്കുന്നതെല്ലാം ആരും അറിയാതെ പെൻഡ്രൈവിലോട്ട് സേവ് ചെയ്യുന്നു. ഇവിടെ സിയ കുറേ നേരമായിട്ട് വാതിൽ തട്ടുന്നുണ്ട്. സത്യത്തിൽ നമ്മുടെ ഹീറോ അകത്ത് വെറുതെ ഇരിക്കുകയാണ്, വയക്കിടുന്ന പോലെ അഭിനയിക്കുന്നുമുണ്ട്. ഇതെല്ലാം കേട്ട് നമ്മുടെ സിയക്ക് ഭയങ്കര പേടിയാവുന്നു. അവൾ അവിടെ ഇരിക്കുന്ന ഒരു ഇരുമ്പ് കഷ്ണം എടുത്ത് വാതിൽ പൊളിക്കാൻ വേണ്ടി വരുമ്പോൾ ആ ടൈമിൽ തന്നെ ഹീറോ ഡോർ തുറക്കുന്നു. സിയ നേരെ നമ്മുടെ ഹീറോൻ്റെ മേലേക്ക് വീഴുന്നു. ഉടൻ അവൻ ചോദിക്കുന്നു, എന്താ മോളെ, ബോയ്സിൻ്റെ റെസ്റ്റ് റൂമിൽ നീ എന്ത് ചെയ്യുന്നു? അവൾ അവിടെ ചുറ്റും നോക്കി. അയ്യോ, ഇത്രയും നേരവും നിങ്ങൾ അഭിനയിക്കുകയായിരുന്നോ എന്നും ചോദിച്ച് ദേഷ്യത്തിൽ അവിടെയുള്ള വൈനെടുത്ത് ഹീറോയുടെ മേലേക്ക് ഒഴിക്കുന്നു. ഇനി ശരിക്കും ബോധമില്ലാത്ത പോലെ അഭിനയിക്കേ എന്നും പറഞ്ഞ് ഹീറോയെ നൈസായി അവിടുന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നു. ബാക്കി സെക്യൂരിറ്റികൾ വന്ന് അവിടെ കിടക്കുന്ന ലീയെ എടുത്തുകൊണ്ട് പോകുന്നു. ഇവർ പോകുന്നതിൻ്റെ ഓപ്പോസിറ്റ് നിന്ന് ഒരു ഗേൾ നടന്നു വരുന്നുണ്ട്. അവൾ ഹീറോയിൻ്റെ അടുത്ത് ഡൺ എന്ന് സൈൻ കാണിക്കുന്നുണ്ട്. നമ്മുടെ സിയ ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അവൾ നേരെ ഹീറോയെ കൂട്ടി വീട്ടിലോട്ട് പോകുന്നു.
അവിടെ എത്തിയതും സിയ അവനെ വഴക്ക് പറയാൻ തുടങ്ങുന്നുണ്ട്. ബോസ്, നിങ്ങൾ വേഗം ഒന്ന് പോയി ഉറങ്ങിക്കേ, നാളെ നമുക്കൊരു മീറ്റിംഗ് ഉള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് അവനെ അകത്തോട്ട് വിടുന്നു. ഹീറോ പോകുന്നത് കണ്ട ഹീറോ ശരിക്കും മദ്യപിച്ചിട്ടുണ്ടെന്ന് നമുക്ക് തോന്നും. എന്നിട്ട് അവൾ ബോഡി ഗാർഡിൻ്റെ അടുത്ത് പറയുന്നു, ബോസിനെ രാവിലെ 10 മണിക്ക് എന്നെ എണീപ്പിക്കണം, അല്ലെങ്കിൽ വേണ്ട, ഞാൻ ഇന്നിവിടെ നിൽക്കാം. അതും പറഞ്ഞ് അവൾ അവിടെ സ്റ്റേ ആവുന്നു. പുറത്തു പോയ ബോഡി ഗാർഡ് ആരെയോ കോൾ വിളിക്കുന്നുണ്ട്. എന്നിട്ട് അയാളടുത്ത് പറയുന്നു, നമ്മുടെ പ്ലാൻ എല്ലാം പാളിപ്പോയി സാർ. ആ അസിസ്റ്റൻ്റ് അവിടെ വന്നതുകൊണ്ട് നമ്മുടെ പ്ലാൻ ഒന്നും നടന്നില്ല. അവർ നമ്മുടെ ഹീറോയുടെ ഡ്രിങ്ക്സിൽ മരുന്ന് കലർത്തിയിരുന്നു. സിയ കറക്റ്റ് സമയത്തോടെ വന്നതുകൊണ്ട് ആ പ്ലാൻ പാളിപ്പോയി. ഇവിടെ നമ്മുടെ ഹീറോ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തോ പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് അങ്ങനെ നിൽക്കുന്നു. കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി റൂമിലോട്ട് വന്നപ്പോൾ ആ പെണ്ണിൻ്റെ ഒരു മെസ്സേജ് വന്നു. ആ വീഡിയോ കണ്ട ഹീറോ ഞെട്ടിപ്പോയി. കാരണം നമ്മുടെ ബോഡി ഗാർഡ് ആ ഡ്രിങ്ക്സിൽ മരുന്ന് കലർത്തുന്നത് ആ വീഡിയോയിൽ കൃത്യമായി കാണാം. നമ്മുടെ ഹീറോ അതിന് വലിയ മൈൻഡൊന്നും കൊടുക്കുന്നില്ല. പിന്നെ ബോണസായിട്ട് ഒരു വീഡിയോയും കൂടെ അവൾ അയച്ചു കൊടുക്കുന്നു. ഇത് കാണുമ്പോൾ നമ്മുടെ ഹീറോയുടെ മുഖത്തൊരു ചിരിയൊക്കെ വരുന്നുണ്ട്. കാരണം സിയ ഹീറോൻ്റെ ദേഹത്തോട്ട് വീഴുന്നതിൻ്റെ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ക്ലിപ്പായിരുന്നു അത്. അതും കണ്ട് ചിരിച്ചുകൊണ്ട് പുറത്തോട്ട് വരുമ്പോൾ സോഫയിൽ കിടക്കുന്ന സിയയെ കണ്ട് ഹീറോ നോക്കി നിൽക്കുകയാണ്. അവളാണെങ്കിലോ നല്ല ഉറക്കത്തിലും. അവൾ ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് ഞെട്ടി എണീക്കുന്നു. എന്നിട്ട് പുറത്തോട്ട് പോകുന്നു. അവളെ നോക്കി നിന്നുകൊണ്ട് ഹീറോ കയ്യിൽ ഒരു ID കാർഡ് എടുക്കുന്നുണ്ട്. അതിലെന്തോ ഒരു വലിയ രഹസ്യം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ സിയ വന്ന് ഡോറ് മുട്ടിക്കൊണ്ട്, ബോസ് ബോസ് എണീക്കൂ, നേരമായി. സത്യത്തിൽ നമ്മുടെ ഹീറോ എണീറ്റിട്ടുണ്ട്, എന്നാലും അവനൊന്ന് അഭിനയിക്കുന്നു. അയ്യോ, എനിക്ക് നല്ല ഉറക്കം വരുന്നു, ഇന്ന് നീ ഒറ്റയ്ക്ക് ഓഫീസിലേക്ക് പോയിക്കോ. ഇത് കേട്ടതും സിയ, എന്ത്, ഓഫീസിലേക്കോ? ഒറ്റയ്ക്ക് പോകാനോ? അതൊന്നും പറ്റില്ല, വന്നേ വന്നേ, ഇന്ന് നിങ്ങൾ വന്നേ തീരൂ എന്നും പറഞ്ഞ് വാതിൽ തകർക്കാൻ നോക്കുകയാണ്. പതിവ് പോലെ തന്നെ ആ ടൈമിൽ തന്നെ ഹീറോ വാതിലും തുറക്കുന്നു. അവൾ നേരെ അവൻ്റെ നെഞ്ചിലേക്ക് വീഴുന്നു. ഹീറോക്ക് ചിരി വരുന്നുണ്ടെങ്കിലും അവൻ പുറത്ത് ഉറക്കം വന്ന പോലെ തന്നെ അഭിനയിക്കാണ്. നീ എന്തിനാ എൻ്റെ ഉറക്കം കളയുന്നത് എന്ന് ചോദിക്കാണ്. പിന്നെ അവർ രണ്ടുപേരും കൂടെ ഓഫീസിൽ പോകാൻ വേണ്ടി ഇറങ്ങുന്നു. ഹീറോ അവളെ എടുത്ത്, നീ ഇന്ന് എൻ്റെ കാറ് ഡ്രൈവ് ചെയ്തോ എന്ന് പറയുന്നു. അവളത് കേട്ട്, എന്ത്, നിങ്ങളുടെ കാറോ? അതെങ്ങാനും എവിടെയെങ്കിലും തട്ടിയാൽ ഞാൻ തീർന്നു. നിങ്ങൾ എൻ്റെ കാറിൽ കയറൂ സാർ, വേണമെങ്കിൽ ഞാൻ ഓടിക്കാം. അത് കേട്ടതും അവൻ, എൻ്റെ റേഞ്ചിന് ഈ ചെറിയ കാറിലൊക്കെയാണോ ഞാൻ വരേണ്ടത് എന്നും ചോദിച്ചുകൊണ്ട് അവൻ അതിൽ കയറിയിരിക്കുന്നു. എങ്ങനെയൊക്കെയോ നമ്മുടെ സിയ അവൻ ഓഫീസിലെത്തിച്ചു. ഓഫീസിലെത്തിയപ്പോഴും ഹീറോ ഉറക്കം തൂങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. ഓഫീസിനുള്ളിൽ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് പോലും അറിയാതെ അവൻ പരുങ്ങി നിൽക്കുകയാണ്. പാവം, അവൻ്റെ പാൻറ് പോലും അവൻ നേരെ ഇട്ടിട്ടില്ല. അവിടെ നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ കണ്ടതും ഹീറോൻ്റെ ഉറക്കമൊക്കെ പമ്പ കടക്കുന്നു. അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് ചോദിക്കുന്നു, ഹായ് ഡാർലിംഗ്, നിങ്ങളെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ, ഇവിടെ പുതിയതാണോ? അപ്പോൾ ആ പെൺകുട്ടി, അതെ, ഞാൻ ഇന്നലെയാണ് ജോലിയിൽ പ്രവേശിച്ചത്. അപ്പോൾ ശരി, ഇന്ന് രാത്രി നമുക്കൊരു ഡിന്നറിന് പോയാലോ എന്ന് അവൻ ചോദിക്കുന്നു. ഇത് കണ്ട് സിയ അങ്ങോട്ട് വന്ന്, സാർ ഒന്ന് നിർത്തിയിട്ട് വന്നേ, ഒത്തിരി നേരമായി, ഒന്ന് ഓഫീസിൽ കയറൂ എന്നും പറഞ്ഞ് ഹീറോയെ അവിടുന്ന് ഓടിച്ചു വിടുന്നു. അവൻ അകത്ത് കയറിയതും, ഇത്രയും നേരത്തെ എന്നെ ഇങ്ങോട്ട് വലിച്ചിഴച്ചു കൊണ്ടുവന്നല്ലോ, ഇവിടെ നോക്കിയേ, ഒരു AC പോലും ഓൺ ചെയ്തിട്ടില്ല. കമ്പനി എന്താ അത്രയും നഷ്ടത്തിലാണോ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് അവരടുത്ത് ദേഷ്യപ്പെടുന്നു. അത് കേട്ട് സിയ, സാർ നിങ്ങളുടെ ക്യാബിൻ AC നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾ അങ്ങോട്ടേക്ക് പോകൂ. അവൻ കുറച്ച് ജാടയൊക്കെ ഇട്ട് അകത്തോട്ട് കയറിയിരുന്നു. പക്ഷെ അവൻ്റെ കണ്ണ് നമ്മുടെ സിയയിൽ തന്നെയായിരുന്നു. ഹീറോക്ക് സത്യത്തിൽ സിയനോട് വലിയ ഇഷ്ടമാണ്. എന്നാൽ ആ ഇഷ്ടം പുറത്ത് കാണിക്കാതെ എപ്പോഴും ആ ജാടയിട്ട് മുന്നോട്ട് പോവുകയാണ്. സിയ പാവം ഇതൊന്നും അറിയാതെ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്നലെ ബാറിൽ പോയപ്പോൾ ലഭിച്ച ബില്ല് പരിശോധിച്ചപ്പോൾ സിയക്ക് അതിലെന്തോ ഒരു തട്ടിപ്പ് നടന്നതായി തോന്നുന്നു. അവൾ ആ ഫയലുമായി നായകൻ്റെ അടുത്ത് ചെന്ന്, സാർ ഈ ബില്ലുകളൊന്ന് പരിശോധിക്കൂ, ഇതിലെന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ അവനൊട്ടും ഗൗരവമില്ലാതെ, എനിക്കിത് വായിക്കാൻ നല്ല മടിയുണ്ട്, നീ തന്നെ വായിച്ച് കേൾപ്പിക്കേ എന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ്. നായിക ആ ബില്ലുകൾ ഓരോന്നായി വായിച്ചു തുടങ്ങുന്നു. കുറേ നേരം നിന്നുകൊണ്ട് വായിച്ചുകൊണ്ടിരിക്കുന്ന സിയയുടെ കാലുകൾ വേദനിക്കുന്നു എന്ന് ശ്രദ്ധിച്ച അവൻ അവളോട് ഇരിക്കാൻ ആവശ്യപ്പെടുന്നു. നീ ഇരുന്നാലേ എൻ്റെ മുഖത്ത് കുറച്ച് വെളിച്ചം അടിക്കൂ എന്നും അവളൊന്നും വിചാരിക്കേണ്ടെന്ന് വെച്ച് പറയുന്നുണ്ട്. ബില്ലിലെ തുകകൾ ഓരോന്നും അവൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിലോ അവളെ തന്നെ നോക്കിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ അവൻ ആ തട്ടിപ്പിനെ കുറിച്ചൊക്കെ നേരത്തെ തന്നെ അറിയാമായിരുന്നു. അവൾ ഇതെല്ലാം കണ്ടുപിടിച്ച് അവൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവനാണെങ്കിലോ ആ അവസരം നന്നായി മുതലെടുക്കുന്നുണ്ട്. ബില്ലുകൾ വായിച്ചു കഴിഞ്ഞതും അവൾ അവനോട് പറയുകയാണ്, ബോസ് സമയമായി, ഞാൻ ഇന്ന് രാവിലെ നേരത്തെ വന്നതല്ലേ, അതുകൊണ്ട് തന്നെ 2 മണിക്കൂർ മുന്നേ എനിക്ക് വീട്ടിൽ പോകണം. അവൻ ഉടൻ തന്നെ അതിന് സമ്മതിക്കുകയും ചെയ്യുന്നു. അവിടെ നിന്നിറങ്ങി അവളോട് ഓഫീസിലെ വേറൊരു പെൺകുട്ടി ചോദിക്കുന്നു, എന്താണ് മാഡം ഇന്ന് നേരത്തെ ഇറങ്ങുന്നത്?
ഞാൻ ഒരുപാട് നാളായിട്ട് സിംഗിളാണല്ലോ, ഇന്ന് ഞാനൊരു ബ്ലൈൻഡ് ഡേറ്റിന് പോകാൻ തീരുമാനിച്ചു എന്നവൾ മറുപടി കൊടുക്കുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവൻ അവളെ അന്വേഷിച്ച് വന്നെങ്കിലും അവൾ അവിടെ ഇല്ലായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന മറ്റേ പെൺകുട്ടി ഹീറോയോട് പറഞ്ഞു, മാഡം ഇന്നൊരു ബ്ലൈൻഡ് ഡേറ്റിന് പോയതാണ്. അത് കേട്ടപ്പോൾ നമ്മുടെ ഹീറോ ആകെ ഞെട്ടിപ്പോയി. സിയ അവിടെ കാറിൽ കയറാൻ എത്തുമ്പോഴേക്കും നമ്മുടെ ഹീറോ ഓടി കയറി കാറിലിരുന്നു. അവൾ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്? എനിക്ക് വീട്ടിൽ പോകണം. ഇത് കേട്ടതും അവൻ വിട്ടുകൊടുക്കാനൊന്നും തയ്യാറായില്ല. രാവിലെ നീ തന്നെയല്ലേ എന്നെ കൊണ്ടുവന്നത്, അതുകൊണ്ട് നീ തന്നെ എന്നെ ഡ്രോപ്പ് ചെയ്യണം എന്നും പറഞ്ഞ് അവൻ നിർബന്ധം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ പറയുന്നു, എനിക്ക് വേറെ സ്ഥലത്തേക്ക് പോകാനുണ്ട്. എന്ത് പറഞ്ഞിട്ടും നമ്മുടെ ഹീറോ അതിന് വഴങ്ങുന്നില്ല. നീ എവിടെ പോയാലും അവിടെ ഞാൻ കാത്തിരിക്കാം. നിന്റെ പരിപാടികൾ കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് വീട്ടിലോട്ട് പോകാം എന്നും പറഞ്ഞ് നായകൻ തന്നെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരിക്കുകയാണ്. ബ്ലൈൻഡ് ഡേറ്റിന് പോകാൻ തിരക്കിലായിരുന്ന നായിക നമ്മുടെ ഹീറോ വണ്ടി ഓടിക്കുന്നത് തെറ്റായ ദിശയിലൂടെയാണെന്ന് തിരിച്ചറിയാണ്. സാർ, നിങ്ങൾ എങ്ങോട്ടാണ് ഈ പോകുന്നത്? ഇത് ഞാൻ പോകേണ്ട വഴിയല്ലല്ലോ എന്നവൾ ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ നായകനൊന്നും വകവെക്കാതെ തൻ്റെ സ്റ്റൈലിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. തെറ്റായ വഴിയിലൂടെ പോയാലെന്താ, നീ ആ ബ്ലൈൻഡ് ഡേറ്റിന് പോകുന്നതൊന്ന് വൈകുമല്ലോ, അത്രയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവൻ കളിയാക്കുന്നു. താൻ ബ്ലൈൻഡ് ഡേറ്റിന് പോകുന്ന കാര്യം ബോസ് എങ്ങനെ അറിഞ്ഞു എന്ന് നായിക ഒന്ന് അത്ഭുതപ്പെടുന്നുണ്ടെങ്കിലും നിങ്ങളത് ഒളിഞ്ഞു കേട്ടതാണോ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് അവനൊരു കാര്യം ശ്രദ്ധിക്കുന്നു. വണ്ടിയുടെ ബ്രേക്ക് വർക്ക് ചെയ്യുന്നില്ല. അവൻ എത്ര ശ്രമിച്ചിട്ട് വണ്ടി നിർത്താൻ കഴിയുന്നില്ല. കഴിഞ്ഞ ആഴ്ചയല്ലേ ഇതിൻ്റെ വർക്കൊക്കെ ചെയ്തത്, എന്നിട്ട് ഇപ്പോൾ ഈ വണ്ടിക്ക് എന്ത് സംഭവിച്ചു? ഇതും പറഞ്ഞ് അവൾ ആകെ പേടിക്കുന്നു. വണ്ടി നല്ല സ്പീഡിൽ മുന്നോട്ട് പോകുന്നു. പേടിച്ച് വിറച്ച സിയ അവൻ്റെ അടുത്ത് ചോദിക്കുന്നു, സാർ, ഇനി എങ്ങനെ നമ്മൾ രക്ഷപ്പെടും? എന്നാൽ അവൻ ഒട്ടും പതറാതെ അവളടുത്തൊരു ചോദ്യം ചോദിക്കാണ്. നീ എന്തെങ്കിലും റാലി റേസ് കണ്ടിട്ടുണ്ടോ? ടി വിയിൽ കണ്ടിട്ടുണ്ടെന്ന് അവൾ മറുപടി കൊടുക്കുന്നു. ഒരു റേസ് ജയിക്കാൻ വേണ്ടത് നല്ലൊരു കാർ മാത്രമല്ല, അത് ഓടിക്കുന്ന ആളുടെ ധൈര്യമാണ്. പക്ഷേ ഇവിടെ ഒരുപാട് വഴികളുണ്ട്. എവിടെയാണ് ട്രാഫിക് കുറവുള്ളതെന്നും സിഗ്നൽ ചുവപ്പല്ലാത്തതെന്നും നീ എനിക്ക് പറഞ്ഞു തരണം. അവൻ്റെ നിർദ്ദേശപ്രകാരം അവൾ ഗൂഗിൾ മാപ്പ് നോക്കി ട്രാഫിക് കുറഞ്ഞ വഴികൾ പറഞ്ഞു കൊടുക്കുന്നു. അവർ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ പെട്ടെന്ന് റെഡ് സിഗ്നൽ വരുന്നു. ബ്രേക്ക് കിട്ടാത്തതിനാൽ അവർ രണ്ടുപേരും പേടിക്കുന്നുണ്ടെങ്കിലും അവർ സിഗ്നലിൻ്റെ അടുത്ത് എത്തുമ്പോഴേക്കും അത് പച്ചയായി മാറുന്നു. അവസാനം റോഡ് ബ്ലോക്ക് ചെയ്തൊരു സ്ഥലത്ത് കാർ ചെന്ന് ഇടിക്കാൻ പോവുകയാണ്. രണ്ടുപേരും നല്ലോണം പേടിക്കുന്നുണ്ട്. ആ അപകട സമയത്ത് അവൾക്കൊന്നും സംഭവിക്കരുതെന്ന് കരുതി നമ്മുടെ ഹീറോ അവളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ഈ രംഗത്തോടെ നമ്മുടെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു.